നമുക്ക് കറി ഉണ്ടാക്കി നോക്കിയാലോ? ചക്കക്കറി. ഇത് കഴിഞ്ഞ വർഷത്തെ ചക്ക ഞങ്ങൾ ഉപ്പിലിട്ടതാണ്. നമ്മൾ ഈ മാങ്ങയൊക്കെ ഉപ്പിലിട്ട് വെക്കൂലേ, അതുപോലെ ചക്ക ഇങ്ങനെ അരിഞ്ഞിട്ട് ഈ രൂപത്തിൽ ഉപ്പിലിട്ട് വെച്ച. അപ്പോൾ നമുക്ക് ചക്കയുടെ കൂട്ടത്തിൽ ഒരു ഇച്ചിരി ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് കൊടുക്കാം. തേങ്ങയും കരിയാപ്പിലയും മുളകും വെളുത്തുള്ളി പെരിഞ്ചീരവും കൂടി നമുക്ക് അരച്ച് ചേർക്കാം. ചക്ക വേകാനുള്ള ഇച്ചിരി വെള്ളം കൂടി ഒഴിക്കാം. സ്റ്റൗ കത്തിച്ച് നമുക്ക് അടുപ്പത്ത് വെക്കാം. അപ്പോൾ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം. ഉപ്പിലിട്ട ചക്ക ആയത് കാരണം നമ്മൾ ഇനി ഇളക്കിയൊക്കെ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഉപ്പ് ചേർക്കാം. സാധാരണ ഉപ്പുണ്ടാവും, അത് കാരണം ഇപ്പോൾ ഉപ്പിടേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മുടെ ചക്കയൊന്ന് ഇളക്കിയിട്ട് കൊടുക്കാതെ നമുക്ക് വെള്ളം പറ്റിപ്പോയാൽ ചട്ടിക്ക് അടിയിൽ പിടിക്കുന്നതായിരിക്കും. ചക്ക ഇവിടെ വെന്ത് പാകത്തിന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇച്ചിരി കടുക് താളിക്കാം. കടുക് പൊട്ടി വരുമ്പോഴത്തേന് നമുക്കിച്ചിരി ഫ്രഷായ കരിവേപ്പില ഇട്ട് കൊടുക്കാം. അടിപൊളി ചക്കക്കറി റെഡിയായി.